നമ്മളിപ്പോൾ ഉള്ളത് റാമ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടാ. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്. അവിടെ ക്രിസ്മസിന്റെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോയതാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ ഒരു അധ്യാപകൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട സ്കൂളിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്ന് പരിപാടി തുടങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് ടൈം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിടാ. ഇവരിവിടെ സ്കൂളിൻ്റെയൊക്കെ എന്തൊക്കെയോ ബന്ധപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തേട്ടാ. ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ. പിന്നെ രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പരിപാടിയൊക്കെ സെറ്റ് ആക്കിയത്. ഈ ഒരു സാറ് ആന്ധ്രയിലുള്ള ഉണ്ട്. പുള്ളി ഇവിടെ 3 വർഷത്തിന് മേലെ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് പരിപാടിക്ക് കൂടുന്നത്, അതും ഇത്രയും കുട്ടികളുടെ കൂടെ കേട്ടാ. ഒരുപാട് പാട്ടും അതുപോലെ തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നട്ടാ. നമ്മളിത് കുറേ നേരം അവിടെ കണ്ടിട്ടുണ്ടെന്ന്. ഇത് ഏകദേശം 9 മണി വരെ ഉണ്ടാകുന്നട്ടാ. നല്ല അടിപൊളി പരിപാടിയാണ് കുട്ടികളിലേക്കാ. പക്ഷെ എന്നെ ഭയങ്കര രീതിയിൽ കൗതുകപ്പെടുത്തിയ ഈ ഒരു കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ടാ. ഒരു കുഞ്ഞു കൊച്ചട്ടാ ഇവന്റെ കൂടെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ അത് കുറച്ചേരം നമ്മൾ കണ്ടിരുന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടാ. നല്ല ബീഫും ചിക്കനും അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നട്ടാ.